വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നിരത്തുന്ന കാരണങ്ങൾ കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് പോലീസ്. സ്വയം കൽപ്പിച്ചെടുത്ത 100 കാരണങ്ങളാണ് ഉറ്റവരെയൊന്നാകെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ അഫ്വാനെ പ്രേരിപ്പിച്ചത്. ക്യാൻസർ ബാധിതയായ ഉമ്മയ്ക്കും അനുജനും താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അഫ്വാൻ മൊഴി നൽകി. ദിവസങ്ങൾക്ക് മുൻപ് പണം ചോദിച്ചിട്ട് തരാത്തതും ഉമ്മയോടുള്ള ദേഷ്യത്തിന് ആക്കം കൂട്ടി. വെല്ലുമ്മയോട് സ്വർണം പണയം വെക്കാൻ ചോദിച്ചിട്ട് തരാത്തതായിരുന്നു ആ വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്താൻ കൊച്ചുമകനെ പ്രേരിപ്പിച്ചത്. ഫർസാനയെ തന്റെ മരണശേഷം എല്ലാവരും കുറ്റപ്പെടുത്തുകയും തനിച്ചാക്കുകയും ചെയ്യുമെന്ന ഭയമായിരുന്നു സ്നേഹിച്ച പെൺകുട്ടിയുടെ തലയൊട്ടി അടിച്ചു തകർക്കാൻ കാരണമെന്ന് അഫ്വാൻ പോലീസിനോട് പറഞ്ഞു. ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉപ്പയുടെ ചേട്ടൻ ലത്തീഫ് വീട്ടിൽ വന്നതും പലതും പറഞ്ഞ് പരിഹസിച്ചതും ദേഷ്യം വർദ്ധിപ്പിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ലത്തീഫ് ചോദിച്ചു. വിവാഹത്തെ ലത്തീഫ് എതിർത്തു. വിവാഹം കഴിഞ്ഞാൽ ഫർസാനയെ ആര് നോക്കുമെന്നും ലത്തീഫ് അഫ്വാനോട് ചോദിച്ചു. വിവാഹത്തിനു ശേഷം തന്നെയും ഫർസാനയെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഉപ്പയുടെ സ്ഥാനത്തു നിന്ന് ലത്തീഫല്ലേ എന്നതായിരുന്നു അഫ്വാന്റെ സംശയം. ആ ഉത്തരവാദിത്തം ലത്തീഫ് ഏറ്റെടുക്കാൻ തയ്യാറാക്കാത്തതാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് അഫ്വാൻ പോലീസിനെ അറിയിച്ചു. അഫ്വാന്റെ ഉമ്മ ഷെമിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം അഫ്വാന്റെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രമേ ഡിസ്ചാർജ് ഉണ്ടാവുകയുള്ളൂ. എലിവിഷം കഴിച്ചെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡിലാണ് തീരുമാനം. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അഫ്വാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ലായിരുന്നു. വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായി 2 തവണ പരിശോധന നടത്തി. രണ്ടാമത്തെ പരിശോധനയിൽ നേരിയ തോതിൽ വിഷാംശം കണ്ടെത്തി. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇയാളുടെ കാൽപാദത്തിൽ കണ്ട രക്തക്കറയുടെ സാമ്പിളും എടുത്തിട്ടുണ്ട്. 1 മാസമായി താൻ മദ്യപിക്കാറുണ്ടെന്നും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് പ്രതി നേരത്തെ നൽകിയ മൊഴി.